ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കടുമാങ്ങയ്ക്ക് ഓർഡറുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ 5 കിലോ മാങ്ങയ്ക്ക് ഓർഡറുണ്ട്. അപ്പോൾ അത് നമ്മൾ കടുമാങ്ങ ഇട്ട് കൊടുക്കാനാണ്. അതേണ്ടേ തത്തച്ചുണ്ടൻ മാങ്ങ കണ്ടോ, അവർ 5 കിലോ വാങ്ങിച്ചു. ഞാൻ അരിഞ്ഞതിൻ്റെ ഒക്കെ കിടക്കുന്നുണ്ടോ, 5 കിലോ മാങ്ങയാണ്. ബാക്കിയും കൂടെ അരിയാനുണ്ട്. നമുക്കിത് അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ച് ഇത് നമുക്കിനി ഇത് ഉപ്പ് പുരട്ടി വാലയ്ക്ക് വെക്കണം. ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് പൊടി പുരട്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇതിന് വെള്ളം വാലുന്ന പാത്രമാണ്. അപ്പോൾ അതിന് ഈ നീരുണ്ട്. ഇത് കൊണ്ടുപോകാനുള്ള മാങ്ങയാവുമ്പോൾ അച്ചാറിട്ട് കൊണ്ടുപോകാനാണ് ഗൾഫിൽ. അപ്പം അതിൻ്റെ നീരൊന്ന് വലിഞ്ഞിട്ട് വേണം നമ്മൾ. ഇതിൽ നനവുണ്ടെങ്കിൽ അച്ചാർ കേടാവും. അതിന് നമ്മളിത് കഴുകത്തില്ല, അല്ലാതെ ഇതൊന്ന് ഉപ്പ് പുരട്ടി വാലയ്ക്ക് വയ്ക്കും. മാങ്ങ കഴുകി നമ്മൾ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ബാക്കിയുള്ള എല്ലാം കൂടെ ചെയ്തു തരാം. ഇതാ മാങ്ങയെല്ലാം അരിഞ്ഞ് നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട് നമ്മളിനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പുരട്ടും. അത് വെയിലത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടുമ്പോൾ ഈ മാങ്ങയ്ക്കകത്തുനിന്ന് നീരിറങ്ങും. ഇത് നമ്മൾ കൊടുത്തു വിടാനായിട്ട് വെക്കുന്ന മാങ്ങയല്ലേ, അപ്പോൾ അത് പായ്ക്കൊക്കെ ചെയ്ത് പോകണ്ടേ. അത് കാരണം നമ്മൾ അതൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി എല്ലാം പുരട്ടി എടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവാപ്പൊടി എല്ലാം പുരട്ടിയില്ല, അതിട്ട് വെച്ച് ഇനി നമ്മളത് പുരട്ടിയെടുക്കും. നല്ലോണം പുരട്ടി യോജിപ്പിക്കണം. കായപ്പൊടിയും ചേർക്കുന്നവരുണ്ട് ഇതിൻ്റെ കൂടെ. പക്ഷേ ഇപ്പം നമുക്ക് കായപ്പൊടി ചേർക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കായ കട്ടയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്കത് കടുമാങ്ങയ്ക്ക് നമ്മൾ കടുവൊക്കെ വറക്കുന്ന കൂട്ടത്തിലിട്ട് നമ്മളതങ്ങ് ചേർക്കുവാണ്. എങ്ങനെ ചേർത്താലും വേണ്ട വെള്ളം കണ്ടോ. അപ്പോൾ അങ്ങോട്ട് പുരട്ടിയതേ ഉള്ളൂ കണ്ടോ. അപ്പോൾ അതിങ്ങനെ പുരട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് എടുക്കാൻ. ഇതിപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് പുരട്ടിയതാണ്, പക്ഷേ അത് നല്ലതായിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇനി ഇത് അടുപ്പയിലോട്ട് വയ്ക്കാനായിട്ട് നോക്കാം. കുരുളിയൊക്കെ വെച്ച് തീയൊക്കെ കത്തിക്കുക. അപ്പോൾ ഇതിവിടെ ഒന്നിരുന്ന് ഒന്ന് വാഴട്ടെ. ഇത് ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ചിട്ടുണ്ട്, നല്ല ഉപ്പുമുണ്ട്. അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചിട്ട് മാങ്ങ അച്ചാർ വയ്ക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർക്കുമല്ലോ. അപ്പം ഇന്ന് മാങ്ങ അച്ചാറിനുള്ള ഇതാണ് ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. അപ്പോൾ അത് വേണ്ടേ ഒരു 200 ഗ്രാമിനടുത്ത് പച്ചമുളക്, ഒരു 150 ഗ്രാമിനടുത്ത് ഇഞ്ചി, ഒരു 400 ഗ്രാമിനടുത്ത് വെളുത്തുള്ളി എത്രയോ ചേർക്കുന്നത് അത്രയുമാണ് മാങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുന്നത് പോലെ തന്നെ ഇരിക്കും. പിന്നെ എരിവിന് ഒത്തിരി എരിവുള്ള മുളകല്ല, അപ്പോൾ അതനുസരിച്ച് പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതനുസരിച്ച് 5 കിലോ മാങ്ങയ്ക്ക് ഞാൻ ഇത്രയും ചേർക്കും. പിന്നെ കറിവേപ്പില പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിപ്പം അവർ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ ചേർക്കുന്നു. കറിവേപ്പിലയും ചേർക്കണം. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റേതായ ടേസ്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിലോട്ട് പോകാം. അച്ചാറിടുന്നത് നമ്മൾ ഉരുളി വെച്ചിട്ട് നല്ലെണ്ണയ്ക്കകത്താണ്. കാരണം ഇതിരിക്കണ്ടേ, അച്ചാർ കേട് വരാതിരിക്കാനായിട്ട് നല്ലെണ്ണ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച നല്ലെണ്ണയാണ്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം. ഇതുണ്ടോ, ഇത് ലേബലൊന്നുമില്ല കുപ്പിയിൽ. അതിലും നല്ലെണ്ണയായത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഉലുവായും കടുവ് ഇട്ട് പൊട്ടി. എണ്ണ ചൂടായപ്പോഴത്തേന് ഇതിനകത്തൊരു കായക്കഷ്ണം കിടപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ കായം നമുക്ക് പൊടിയല്ല കട്ടയായിടുന്നത്. പിന്നെ കടുവ് ഉലുവായും ഞാനിട്ട് അത് രണ്ടും പൊട്ടി. ഇനി നമ്മൾ അതിനകത്തോട്ട് ഇടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ട് വേണം, ഇഞ്ചിയാണ് ആദ്യമേ ഇടേണ്ടത്. ഇഞ്ചി മൂക്കുമ്പോൾ നമ്മുടെ എണ്ണയ്ക്കൊരു സ്വാദ് കിട്ടും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കടുമാങ്ങയ്ക്ക് ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചി വഴഞ്ഞ് വരട്ടെ കേട്ടോ.
കടുമാങ്ങ ആയി വരുമ്പോൾ ഇഞ്ചിയൊന്നും അതിനകത്ത് അറിയത്തോലും ഇല്ല. എല്ലാം കൂട്ടി യോജിച്ച് എന്ത് അതുമായിട്ട് ചേരും. ഇഞ്ചി ഒന്ന് നല്ലോണം ഒന്ന് മൂക്കുമല്ല, ഒന്ന് വെന്ത് വരും. എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് വെന്ത് വരുന്ന സമയത്തേ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ചേർക്കത്തുള്ളൂ. നമുക്ക് ഇഞ്ചി ഒന്ന് വെന്ത് വരട്ടെ, എണ്ണയ്ക്കകത്ത് പച്ച കെട്ട് മാറട്ടെ. കായം നമുക്കൊന്ന് അറിയിക്കും. കായം നമുക്കിനി ഇളക്കിയിടും. കായം മൂത്തിട്ടുണ്ട്, അത് നമുക്ക് ഇനി എടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതിനകത്തോട്ട് ഇനി പച്ചമുളക് ഇടാം. ഇടമ്മേ ഇതിനകത്തോട്ടിടും. പച്ചമുളക് നമ്മൾ വട്ട വരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകാണ്. അത് പച്ചമുളക് ഇട്ട് കായം നമുക്കിനി എടുക്കാം അല്ലേ? കായം ഇനി പൊടിക്കണം. വെളുത്തുള്ളിയും കൂടി ഇട്ടു. എല്ലാവരും ചോദിക്കും ഇത്രയൊക്കെ എന്തിനാണ് ഇടുന്നത്? ഇത്രയൊക്കെ തന്നെ ഇടണം. കാരണം നമ്മൾ 1 കിലോ 2 കിലോ മാങ്ങയല്ല, 5 കിലോ മാങ്ങയാണ്. അതിന് ചേരേണ്ട ചേരുവകൾ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ടേസ്റ്റോടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെടുത്താലും അത് ചേരേണ്ട ചേരുവകളെല്ലാം ചേർത്ത് തന്നെ ഉണ്ടാക്കുക. ഞാനങ്ങനെയാണ് ആർക്ക് ചെയ്തു കൊടുത്താലും. ഇതിപ്പോൾ അവർ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. രാവിലെ അവർ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവർ സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ വന്നിട്ടാണ് എല്ലാം അരിഞ്ഞ് പെറുക്കി എല്ലാം ചെയ്യുന്നത്. നല്ലോണം അത് എണ്ണ തിളച്ചതുകൊണ്ടാണ് അത് നല്ലോണം വഴന്ന് വരുന്നുണ്ട്. നല്ലോണം വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുള്ളൂ. ഇനി നമ്മളിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇടുവേ. അത് നമുക്ക് കറിവേപ്പില പിച്ചിയിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ കറിവേപ്പിലയുടെ തണ്ട് വിടും. ഈ പ്രാവശ്യം കറിവേപ്പില മാത്രമേ ഇടും. കാരണം എന്താ പറയുക, ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതുകൊണ്ട് പിന്നല്ലേ നമ്മൾ പിന്നെ ആ കറിവേപ്പിലയുടെ തണ്ട് പെറുക്കാൻ നടക്കണം. നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ കറിവേപ്പിലയുടെ തണ്ട് ഞാൻ ഇട്ടില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളക് കണ്ടോ, പച്ചമുളക് നല്ലോണം വാടിയിട്ടുണ്ട് കണ്ടോ. ആ പച്ചമുളകിൻ്റെ ആ പച്ച കളറ് മാറിയിട്ട് അത് നല്ലോണം വാടിയിട്ടുണ്ട്. ഇനിയും വേണ്ട നമ്മൾ ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ ആ കായം പൊടിച്ചതുണ്ടല്ലോ, ആ കായം പൊടിച്ചത് നമ്മൾ പിച്ചി കീറി ഇതിനകത്തോട്ട് ഇടും. ഇതിനകത്തോട്ട് ഇട്ടേരും. ഇതിനകത്ത് കിടന്ന് മൂത്ത് അലിത്തോളം കായ അതിനകത്ത് കിടന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള എല്ലാമൊക്കെ ചേർക്കാം. വെളുത്തുള്ളിയും വേണ്ട ചുമന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മുളക് പൊടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തെടുക്കാം. ഉപ്പും പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചേക്കുന്ന മാങ്ങയാണ് കണ്ടോ. അപ്പോൾ അതിന് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും, എന്നാലും ഒത്തിരി ഇടേണ്ട വരത്തില്ല. ഇതിനെല്ലാം ഒരു കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട്, അതായത് നമ്മൾ ഈ മൂപ്പിച്ചതേണ്ട എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് മുളക് പൊടി കാര്യങ്ങളും എല്ലാം നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ മുളക് പൊടി ചേർക്കാം. ഇതാ അതിനകത്തോട്ട് മുളക് പൊടി ഇടാം. മതി മതി മതി. നമ്മൾ 5 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അത് കളറുള്ളത് കാരണം കളറും എരിവുണ്ട്. ഇത് നമ്മൾ നോക്കിയിട്ട് ബാക്കി ഇടാം. ബാക്കി തിളക്കി നല്ല തീയുള്ളത് കാരണം മിക്കത്ത് കാരണം കാറ്റുകൊണ്ട് കാറ്റ് നമ്മളെ ഒന്നും സമ്മതിക്കാത്ത മട്ടിലാണ് ഓരോ കാര്യങ്ങൾ. നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. തീ അധികം കൊടുക്കണ്ട കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് ആ മാങ്ങ കുടഞ്ഞിടാം. മാങ്ങ ഇടമ്മേ. എനിക്ക് വീഡിയോ പിടിക്കാനും കൂടെ സഹായത്തിന് ആരുമില്ല, അത് കാരണം അപ്പോൾ നമുക്കിത് എല്ലാം മാങ്ങ ഇട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തരാം. പക്ഷെ ഇത്രയല്ല, ഇതിനകത്ത് ഇനി ഉലുവാപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, ഇത്ര ഇട്ടെടുക്കണം. പിന്നെ കായം നമ്മളതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ ഉണ്ടോ. ഇത് നമ്മൾ എല്ലാ മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും
എല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണേ. ഇതിനകത്ത് ഓരോ കട്ട പോലെ കിടക്കുന്നത് കായവ. അത് നമ്മൾ ഈ കടുമാങ്ങ ഇതായി വരുമ്പം അടുത്ത് ചേർന്നോളും കേട്ടോ. കടുമാങ്ങ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കണം, കറിവേപ്പില ഇടണം. അധികം വെള്ളമോ ഒന്നും ചേർക്കാതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒന്നും വെള്ളമൊക്കെ ചേർത്താൽ എങ്ങും കൊടുത്തു വിടാൻ പറ്റത്തില്ല. അപ്പം ഇത് തോർത്തി വേണം എടുക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലും നമ്മളിത് നല്ലോണം തോർത്തി പുരട്ടി എടുക്കാം. കളറുള്ള കാശ്മീരി ചില്ലി ആയ കാരണം ആ 5 സ്പൂണ് തന്നെ ധാരാളമാണ്. ഞാൻ പറഞ്ഞായിരുന്നു എരിവ് നോക്കിയിട്ടോ അല്ലെ കളർ നോക്കിയിട്ടോ ചേർക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ട, അത് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ഇച്ചിരി ഒഴിക്കും. നല്ല കാറ്റ് ഉണ്ട്, അത് കാരണം ചൂടും പുകയും എല്ലാം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും. മതി. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് പുരട്ടി എടുക്കുവാണ്. ഇനി ഇതിനകത്തോട് നമുക്ക് കരിവേപ്പില കുറച്ച് പിച്ച് തരണം. അമ്മേ കുറച്ച് കറിവേപ്പിലയും പിച്ചിട്ട് നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചൂടും പുകയും എല്ലാം കൂടെ ഇപ്പം കണ്ട ഇഞ്ചിയും പച്ചമുളകും എല്ലാം യോജിച്ച് ഇറങ്ങിയത് കണ്ട. ശകലം വെള്ളമോ ഒന്നുമില്ലാതെ നല്ല സൂപ്പർ അച്ചാറായിട്ട് കിട്ടും. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് കിട്ടും. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ. ഇനിയിപ്പം നമുക്ക് ഇത് തടുത്ത് വയ്ക്കാം. അത് എല്ലാം ചേർത്ത് നല്ലതായിട്ട് ഉണ്ട്. ഇത് കൂട്ടാൻ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരാടെ കൊടുത്ത് പറഞ്ഞ് നല്ല അച്ചാറാണെന്ന് പറഞ്ഞു. ഇനിയിപ്പം കൊണ്ടുപോകാനുള്ള ആൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കയ്യോടി അവരെ അങ്ങ് ഒളിപ്പിക്കും. ഇതൊന്ന് തണുക്കാനായിട്ടൊക്കെ അവർ പകർത്തി കൊണ്ടുപോയി വയ്ക്കും. അപ്പം ഈ കടുമാങ്ങ അച്ചാർ തന്നെയല്ല, തേങ്ങാ ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ കൊഞ്ച് ചമ്മന്തിപ്പൊടിയുണ്ട്. എല്ലാവരും മേടിച്ചിട്ടുണ്ട്. എൻ്റെ സമയം പോലെ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം മറ്റേനാളാണ് അവർ പോകുന്നത്, അതിനോടകം എല്ലാം വെച്ച് കൊടുക്കണം. പിന്നെ ബീഫ് അച്ചാറൂടുണ്ട്, അപ്പോൾ അത് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.